ഷിർക്ക് ചെയ്യുന്നവൻ എല്ലാ സാഹചര്യത്തിലും മുശ്രിക്കാകുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വെച്ച് റുബൈഅ ബിൻത് മുഅവ്വിദ് എന്ന് പറയുന്ന ആ സഹാബി വനിതയുടെ വീട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി പാടി വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇത് ഷിർക്കാണോ അല്ലേ? അള്ളാഹുവിന് മാത്രമുള്ള കഴിവ് പ്രവാചകനുണ്ട് എന്ന് പറഞ്ഞു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ കുറിച്ച് അവർ കാഫിറാണെന്ന് പറഞ്ഞോ? ഇല്ല. അവരോട് ഷഹാദത്ത് ആവർത്തിക്കാൻ വേണ്ടി പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് ഷിർക്ക് ചെയ്യുന്ന എല്ലാവരെയും മുശ്രിക്കാണെന്ന് പറയാത്തത്? ദീൻ അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചത്. ഷിർക്ക് ചെയ്യുന്നവർ മുസ്ലിങ്ങളാകുന്നു. അതിന് തെളിവുണ്ടാക്കാൻ ആശിക്ക് ഒരു പെൺകുട്ടി പാട്ടുപാടി. ആ പാട്ടിൽ വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി എന്നുണ്ടായിരുന്നു. എന്നിട്ട് ആശിക്കിന്റെ വക ചോദ്യം, ഇത് കുഫ്റാണോ അല്ലേ? ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബ് അറിയും എന്ന് പറയുന്നത് കുഫ്റാണോ അല്ലേ? ആശിക്കിന്റെ ചോദ്യം. അപ്പൊ ആളുകൾക്ക് അങ്ങനെ ബോധ്യം ഉണ്ടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെൺകുട്ടിയെ കാഫിറാണെന്ന് പറഞ്ഞോ? ഷഹാദത്ത് ആവർത്തിക്കാൻ പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ടാണ് നാം മുശ്രിക്ക് എന്ന് പറയാത്തത്? ദീൻ അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചത്. കണ്ടോ, ആശിക്കിന്റെ തെളിവാണ്. അപ്പൊ ഈ പെൺകുട്ടി പാടിയ പാട്ട് കുഫറാണ്, നബി കാഫർ എന്ന് പറഞ്ഞില്ല. നീ കാഫറായി പോയത് കൊണ്ട് രണ്ടാമത് ഷഹാദത്ത് ആവർത്തിക്കണം എന്ന് പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ കുഫർ ചെയ്താൽ കാഫറാവുകയില്ല. എല്ലാവരെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് നാം മുശ്രിക്ക് എന്ന് പറയാത്തത്. ഇത് ആശിക്കിന്റെ വാചകാണ്. എന്തുകൊണ്ടാണ് നാം മുശ്രിക്ക് എന്ന് പറയാത്തത്? ദീൻ അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചത്. ഏത് ദീനാണ് നിങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത് എന്നാണ് എന്റെ ചോദ്യം. നമ്മുടെ നാട്ടിൽ ഖുർആനും സുന്നത്തും കേൾക്കുകയും പഠിക്കുകയും അറിയുകയും ഓതുകയും പ്രസംഗിക്കുകയും പരിഭാഷപ്പെടുത്തുകയും ദർസ് നടത്തുകയും മദ്രസ നടത്തുകയും ഖുത്ബ നടത്തുകയും വഅദ് പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളും അത്ര തന്നെ അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന കേൾക്കുന്ന ആളുകളും ഇവരെയൊന്നും മുശ്രിക്കുകൾ എന്ന് വിളിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ പറയുന്നില്ല. കാരണം അവർക്ക് ഉദറുണ്ട് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അതിനാണല്ലോ ആശിക്ക് ഈ പെൺകുട്ടിയുടെ കഥ ഇവിടെ കൊണ്ടുവന്നത്. ഏത് നിലക്കാണ് നമ്മുടെ നാട്ടിലെ ഖുറാഫികൾക്ക് അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉദറുണ്ടെന്ന് പറയാൻ എന്ത് തെളിവാണ് ആശിക്ക് ഇതിൽ കണ്ടെത്തിയത് എന്നൊന്ന് പറയേണ്ടതുണ്ട്. കാരണം ആശിക്ക് കൊണ്ടുവന്നത് ഭയങ്കര തെളിവാണ്. ഖുർആനിൽ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് എന്ന് മുശ്രിക്കുകൾ പറഞ്ഞല്ലോ. അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, പല ഇലാഹും പറ്റൂല, ഒരൊറ്റ ഇലാഹേ പാടുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് എന്ന് പറഞ്ഞ പോലെ ഇതൊരു ഭയങ്കര ഉജാബായ തെളിവാണ്. ഇത് പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ആശിക്ക് ഇവിടെ ഇത് കേൾക്കുന്ന സാധാരണക്കാരുടെ പിഠികളാക്കുകയാണ്. തെറ്റായ ഒരു കാര്യത്തിലേക്കല്ലേ കൊണ്ടുപോകുന്നത്. വ്യക്തമായ പച്ചയായ തർക്കമില്ലാത്ത മതത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട സുവ്യക്തമായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, എന്ന് മറ്റാരെയും പങ്കുചേർക്കാൻ പാടില്ല എന്ന ലറൂരിയായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യത്തിന് ഉദറുണ്ട് എന്ന് പറയാൻ കൊണ്ടുവന്ന തെളിവിൽ എന്ത് വസ്തുതയാണുള്ളത്? അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടിക്കുഴച്ചിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് ഇവരൊക്കെ മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള മനഃപൂർവമായ ശ്രമം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇനി അതിന്റെ വസ്തുതയിലേക്ക് പോയാൽ ഇവിടെ ജാരിയത്ത് എന്ന വാക്ക്, ജാരിയത്ത് എന്നാണ് ആശിക്ക് ഉപയോഗിച്ചത്. പെൺകുട്ടി ചില റിപ്പോർട്ടുകളിൽ ചില ആളുകൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ജാരിയ അല്ല, ജുവൈരിയാത്ത് എന്നാണ് ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായത്? ഈ പെൺകുട്ടി എപ്പോഴാണ് ഇത് പാടുന്നത്? ഒന്നാമത് ഇതൊരു കുട്ടിയാണ്. സംഭവം ഉണ്ടാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി രണ്ടാമത്തെ വർഷം ബദ്ർ യുദ്ധം നടക്കുന്നു. ബദ്ർ യുദ്ധത്തിന് ശേഷമാണ് എന്ന് ഈ ഹദീസിൽ മനസ്സിലാക്കണം. ഒന്ന്, പെൺകുട്ടിയാണ്, അധികകാലം ആയിട്ടില്ല. ഇസ്ലാമിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിക്കാനും കേൾക്കാനുമുള്ള സമയം ആ കുട്ടിക്ക് കിട്ടാൻ സാധ്യതയില്ല. ബദ്ർ യുദ്ധത്തിന് ശേഷമാണ് എന്ന് പറയാൻ കാരണം ബദ്ർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പിതാവിനെയും പിതാവിന്റെ സഹോദരന്മാരെയും കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ആ പാട്ടിൽ ഉണ്ട് എന്നാണ്. ഈ പെൺകുട്ടി മാത്രമല്ല, അവര് പാടിയ പാട്ടിലുണ്ട് എന്ന് കാണാം. റുബയ്യ എന്ന് പറയുന്ന സഹാബ വനിതയുടെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ ഹദീസിൽ റുബയ്യ ഉദ്ധരിക്കാൻ ഞങ്ങളുടെ ചില ചെറിയ കുട്ടികൾ, ജുവൈരിയ, ജാരിയ എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ കുട്ടിക്കും പറയാം, അടിമ സ്ത്രീക്ക് പറയാം, മുതിർന്ന ആളുകൾക്കും പറയാം. പക്ഷെ ഇവിടെ വ്യക്തമാണ്, ഇത് വലിയ പെണ്ണുങ്ങളല്ല, അടിമ സ്ത്രീകളല്ല, ജുവൈരിയാത്തുൽ ലന, ഞങ്ങളുടെ ചെറിയ കുട്ടികൾ. അപ്പൊ ജുവൈരിയ എന്ന് പറയുമ്പോൾ അതിന്റെ തസ്ഗീറാണ്, വളരെ പ്രായം കുറഞ്ഞ ചെറിയ ചെറിയ കുട്ടികൾ പാടിയ പാട്ടാണ്. ഇതൊരിക്കലും പ്രായപൂർത്തിയെത്തിയ പക്വതയുള്ള വിവരമുള്ള ആളുകളോട് സാദൃശ്യപ്പെടുത്താൻ പറ്റില്ല. അവർ ദഫ്മുട്ടി പാട്ട് പാടുന്നു, ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പിതാക്കന്മാരെ കുറിച്ചുള്ള നന്മകളൊക്കെ പറയുന്നു. ഇത് കാലത്തെ ഹിദാഹുന്ന, അപ്പോൾ അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പാടി. ഇതും പ്രത്യേകം
മനസ്സിലാക്കണം. എല്ലാ ആളുകളും കൂടി പാടിയ ഒരു പാട്ടാണെങ്കിൽ എല്ലാ ആളുകളും ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുഫ്ർ സംഭവിച്ചതാണ് എന്നെങ്കിലും ഒരു പക്ഷേ ന്യായീകരിക്കാൻ ഒരു വകുപ്പെങ്കിലും ഉണ്ടാകുമായിരുന്നു. എന്നാൽ എല്ലാവരും അങ്ങനെ പാടിയിട്ടില്ല. കുറെ ആളുകൾ പാടുന്നു, ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി പാടി എന്നാണ് പറയുന്നത്. അപ്പൊ ആ പെൺകുട്ടിക്ക് ഇതിനെക്കുറിച്ച് വിവരമില്ല, എല്ലാവരും കൂടി തീരുമാനിച്ചൊരു പാട്ടല്ല. ഈ പാടിയ കുട്ടിക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അപ്പൊ കുട്ടി വളരെ വളരെ ചെറിയൊരു കുട്ടിയാണ്. ഏതായാലും നബി മദീനയിൽ വന്നിട്ടോ വന്നതിന്റെ മുമ്പോ ഇസ്ലാമിലേക്ക് വന്ന കുടുംബാവുമല്ലോ. അപ്പൊ ഏതാനും വർഷങ്ങളായിട്ടുള്ളൂ. പിന്നെ ഒരു കുട്ടി മാത്രമാണ് ഈ പാട്ട് പാടുന്നത്. അപ്പൊ ആ കുട്ടിക്കുണ്ടായ അറിവില്ലായ്മയാണ് എന്ന് വ്യക്തമാണ്. ആ ഒരു കുട്ടിയാണ് പാടുന്നത് വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി, ഞങ്ങളുടെ കൂട്ടത്തിൽ നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരു നബിയുണ്ട്. അപ്പൊ നബി എന്ത് പറഞ്ഞു? ദഈ ഹാദിഹി, ഇതിനെ വിട്ടേക്കൂ, ഒഴിവായിക്കളാ. വഖൂലി ബില്ലദീ കുന്തി തഖൂലീൻ, നിങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് നീ പാടിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ നബിന്റെ മറുപടിയും ഈ എല്ലാ പെൺകുട്ടികളോടുമല്ല, ഈ പാടിയ ഒരു കുട്ടിയോടാണ്. അപ്പൊ ഒരു കുട്ടി അറിവില്ലായ്മ മൂലം പാടിപ്പോയ ഒരു കാര്യം. ഇവിടെ യഥാർത്ഥത്തിൽ ആശിക്കിനോ ആശിക്കിന്റെ ഈ വാദമുന്നയിക്കുന്ന ഈ സംഘത്തിലുള്ള ആളുകൾക്കോ യാസിർ ബിൻ ഹംസക്കോ ഏത് മുജാഹിദ് ഗ്രൂപ്പുകൾക്കോ ഒന്നും ഒരു തർക്കവുമില്ല. ഇവിടെ എല്ലാ ആളുകളും ഒരുപോലെയാണ്. 3 മുജാഹിദ് വിഭാഗങ്ങളും യാസിർ ബിൻ ഹംസയും അതുപോലെ തന്നെ ഈ സംഘവും സുബൈർ മങ്കടയും ഒക്കെ ഒരേ വാദക്കാരാണ്. എല്ലാ മുജാഹിദ് ടീമുകളും ഈ കാര്യത്തിൽ ഒരുമിച്ച എല്ലാ ശിർക്ക് ചെയ്യുന്നവരെയും വെളുപ്പിക്കുക എന്ന പരിപാടി. അപ്പൊ അവിടെ ഈ ഹദീസ് എന്താ കിട്ടുക? അറിവില്ലാത്ത ഒരു കാര്യത്തിൽ, അതും നേരത്തെ പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിനോട് അടുത്ത കാലത്ത് ബന്ധമുള്ളവരോ അടുത്ത കാലത്ത് ഇസ്ലാം മനസ്സിലാക്കിയ ആളുകളാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അള്ളാഹു അല്ലാത്തവർ ഗൈബ് അറിയുകയില്ല എന്ന ഒരു വിവരം ഈ ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നല്ല, ഇവർക്കുണ്ടായിട്ടില്ല, ഈ കുട്ടിക്ക് ഏതായാലും ഇല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ആ അത് ഒഴിവായിക്കളാം. അപ്പൊ ഈ പറഞ്ഞു കൊടുത്തപ്പോ അവർ ഈ വരി നിർത്തി. ആദ്യം പാടി തന്നെ ആ കുട്ടികൾ പാടിയത് അംഗീകരിച്ചു എന്നത് വ്യക്തമാണ്. എന്നാൽ ഇത് വായിച്ചുകൊണ്ട് ആശിക്കിനെ പോലെയുള്ള ആളുകൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഉള്ള ആളുകൾക്ക് ഉപൂരികൾക്ക് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന കാര്യത്തിൽ ഉഴുതുണ്ട്, അവർക്ക് വിവരമില്ല എന്നാൽ എന്ത് അന്തക്കടാണ് ഇവിടുത്തെ ആളുകൾക്കുള്ളത്? അറിവില്ലെങ്കിൽ കാഫറാവൂല, അറിവുണ്ടായിട്ട് ചെയ്യുകയാണെങ്കിലോ കാഫറാകും. അപ്പൊ ഈ കുട്ടിക്ക് അറിവില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ ഒരു കുഫ്ർ പ്രവർത്തിക്കുന്നില്ല. കുഫറിന്റെ കാര്യമാണ്, പക്ഷെ കുറ്റക്കാരിയല്ല, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കാൻ പറഞ്ഞു. ഒഴിവാക്കാറിഞ്ഞപ്പോ ഒഴിവാക്കി. പിന്നെ എന്തിനാണ് ആശിക്ക് ഷഹാദത്ത് ചെല്ലാൻ ആവശ്യപ്പെട്ടോ എന്ന് ചോദിക്കുന്നത്? കാഫറാക്കിയോ എന്ന് ചോദിക്കുന്നത് എന്തിനാണ്? അതിന്റെ ഹുക്കം എന്താന്ന് ചോദിക്കുന്നത് എന്തിനാണ്? അറിവില്ലാത്ത ഒരാൾക്ക് ഉദുറുണ്ട് എന്നല്ലാതെ അറിവുള്ള വിവരമുള്ള ആളുകൾക്ക് ഉദുറുണ്ട് എന്ന് പറയാൻ എന്ത് തെളിവാണ് ഇതിലുള്ളത് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോ ഈ ശിർക്ക് വെളുപ്പിക്കാൻ അല്ലെങ്കിൽ ശിർക്ക് ഉള്ളവരെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്തിനാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത്? ആശിക്ക് ഇത് കൊണ്ടുവന്നതിന്റെ അർത്ഥം കേരളത്തിലെ കുബൂരികളായ ആളുകൾക്ക് ശിർക്കിന്റെ കാര്യത്തിൽ ഉദുറുണ്ട്, അവർക്ക് അറിവില്ല, ഇത് ശിർക്കാണ് എന്ന് കേട്ടിട്ടേ ഇല്ല എന്നതിനല്ലേ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ മുശ്രിക്കുകൾ എന്ന് വിളിക്കാത്തത്. ദീൻ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഏത് ദീനാണ് പഠിപ്പിച്ചതെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ദീനിന്റെ വിഷയത്തിൽ, പ്രത്യേകിച്ച് അഖീദന്റെ വിഷയത്തിൽ പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം, അതിൽ അബദ്ധങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കണം. ആളുകൾ തെറ്റിലേക്ക് പോകുന്നുണ്ടോ, അതിന് കാരണമായി തീരുമോ എന്ന് നോക്കണം. പ്രമാണങ്ങൾക്ക് യോജിച്ചതാണോ അല്ലേ എന്ന് നോക്കണം. അപ്പൊ ഈ ഇടക്കിടക്ക് ഇങ്ങനെ എന്റെ വിധി എന്താണ്, അതിന്റെ വിധി എന്താണ്, കുഫർ സംഭവിച്ചോ എന്നിട്ട് കാഫറാക്കിയില്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പണ്ഡിതനും തെളിവാക്കിയിട്ടില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഈ കാര്യത്തെ തെളിവാക്കുന്നത് ഗൗരവപ്പെട്ട കാര്യം.